വെൽക്കം ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് സ്യൂഡോ കോഡ് എന്നും അതുപോലെ സ്യൂഡോ കോഡ് കൺസ്ട്രക്റ്റുകൾ ഏതൊക്കെയാണെന്നും നോക്കിയായിരുന്നു. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സ്യൂഡോ കോഡ് കൺസ്ട്രക്റ്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം 3 ടൈപ്പ് ഓഫ് സ്യൂഡോ കോഡ് കൺസ്ട്രക്റ്റ് ഏതൊക്കെയാണ്: സീക്വൻസിങ്, സെലക്ഷൻ ആൻഡ് റെപ്പിറ്റീഷൻ. സീക്വൻസ് തന്നെയാണ്. സെലക്ഷനിൽ 2 ഉണ്ട്: ഇഫ് എൽസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇഫ് ദെൻ എൽസ് സ്ട്രക്ചർ, കേസ് സ്ട്രക്ചർ. റെപ്പിറ്റീഷൻ ലൂപ്പാണ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, റിപ്പീറ്റ് അണ്ടിൽ ലൂപ്സ്. ഇതിൽ നമുക്ക് ആദ്യത്തെ 2 സീക്വൻസിങ്ങും അതുപോലെ തന്നെ സെലക്ഷനും ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, സീക്വൻസ്. The sequence construct in pseudocode represent a sequential execution of series of steps. It ensures that each step is executed in the order specified, providing a linear flow of the algorithm. അപ്പോൾ സീക്വൻസ് കൺസ്ട്രക്റ്റ് സ്യൂഡോ കോഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സീക്വൻഷ്യൽ എക്സിക്യൂഷനാണ്. ഒന്ന് കഴിഞ്ഞ് ഒന്ന് അടുത്ത്, അങ്ങനെ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് വെച്ചിട്ടുള്ള സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഏതൊക്കെ ടേമുകൾ, കീവേഡുകൾ നമുക്ക് സീക്വൻസിങ്ങിന് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് റീഡ്, ഒബ്റ്റെയിൻ, ഗെറ്റ്. റീഡ് എ നമ്പർ, ഒബ്റ്റെയിൻ എ നമ്പർ, ഗെറ്റ് എ നമ്പർ. അങ്ങനെ ഇൻപുട്ടിന് വേണ്ടി നമുക്ക് കീവേഡുകളായിട്ട് റീഡും ഇൻപുട്ട് എന്നും കൊടുക്കാം, അതുപോലെ തന്നെ റീഡ്, ഒബ്റ്റെയിൻഡ്, ഗെറ്റ് എന്നും കൊടുക്കാം. ഔട്ട്പുട്ടിന് വേണ്ടി പ്രിന്റ്, ഡിസ്പ്ലേ, ഷോ. കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കീവേഡുകൾ കമ്പ്യൂട്ട്, കാൽക്കുലേറ്റ്, ഡിറ്റർമൈൻ. ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെറ്റ് യൂസ് ചെയ്യാം. ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻക്രിമെൻ്റ് ഉപയോഗിക്കാം. സബ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിക്രിമെൻ്റ് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഈ കീവേഡുകൾ ഇതെല്ലാം ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലുമായിരിക്കണം ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ എ സ്യൂഡോ കോഡ് ഫോർ a simple sequence construct to calculate the product of two numbers. 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ സ്യൂഡോ കോഡ് എഴുതണം. അപ്പോൾ എല്ലാ സ്യൂഡോ കോഡും സ്റ്റാർട്ടിലും എൻഡിലും സ്റ്റാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക, എൻഡിൽ അവസാനിക്കുക. ഈ സ്റ്റാർട്ട് എൻഡ് തന്നെ വേണമെന്നില്ല, ബിഗിൻ എൻഡ് ആവാം, സ്റ്റാർട്ട് സ്റ്റോപ്പ് ആവാം, അത് ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എന്ത് വേണം? 2 നമ്പേഴ്സ് ആദ്യം വേണം. പ്രൊഡക്റ്റ് കാണുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് 2 നമ്പേഴ്സ് വേണം. അത് റീഡ് നമ്പർ 1, റീഡ് നമ്പർ 2. ഗെറ്റ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻപുട്ട് ആയാലും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 2 നമ്പേഴ്സുകളും തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ കാൽക്കുലേറ്റ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഏത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ 1 ഇൻറ്റു നമ്പർ 2. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് പ്രിന്റ് ചെയ്യണം. സോ പ്രിന്റ് പ്രൊഡക്റ്റ്, ഫൈനലി എൻഡ്. ഇതാണ് സിമ്പിളായിട്ടുള്ള 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ഇവിടെ ദ സീക്വൻസ് കൺസ്ട്രക്ട് റെപ്രസെൻറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ഇറ്റ് ആർ എക്സിക്യൂട്ടഡ് സീക്വൻഷ്യലി. ഇത് സീക്വൻഷ്യലായിട്ട് ഒന്ന് കഴിഞ്ഞ് അടുത്ത സീരീസ് ആയിട്ടാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. Initializing number 1, number 2 and then calculating the product. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ് എ സ്യൂഡോ കോഡ് ഫോർ കാൽക്കുലേറ്റിംഗ് d is equal to a plus b into c. അപ്പോൾ ഇവിടെ നമുക്ക് 3 നമ്പേഴ്സ് വേണം. റീഡ് a, b, c. നമുക്ക് ഇവിടെ എഴുതിയതുപോലെ റീഡ് a, റീഡ് b, റീഡ് c അങ്ങനെയും എഴുതാവുന്നതാണ്. ഇവിടെ ഒരുമിച്ച് എഴുതിയെന്ന് മാത്രം. റീഡ് a, b, c. ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? d ഈക്വൽ ടു a പ്ലസ് b ഇൻറ്റു c ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്ത റിസൾട്ട് ഡിയിലുണ്ട്. സോ ഡിയിൽ നിന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ എൻഡ് ചെയ്യണം. ഇങ്ങനെയാണ് സീക്വൻസ് കൺസ്ട്രക്റ്റ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് സ്യൂഡോ കോഡ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അടുത്തതായിട്ട് സെലക്ഷൻ ആണ്. സെലക്ഷനിൽ നമുക്കറിയാം 2 ഉണ്ട്, 2 കൺസ്ട്രക്റ്റുകളുണ്ട്. ഇഫ് എൽസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇഫ് ദെൻ എൽസ് സ്ട്രക്ചറും അതുപോലെ തന്നെ കേസ് സ്ട്രക്ചറും. ഇഫ് ദെൻ എൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സിമ്പിൾ ഇഫ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് സ്ട്രക്ചറിൽ ദ ജനറൽ ഫോം ഓഫ് ദിസ് സ്ട്രക്ചർ ഇസ് ഇഫ് കണ്ടീഷൻ, ട്രൂ ഇൻസ്ട്രക്ഷൻ, എൻഡ് ഇഫ്. ഇഫ് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. ദെൻ ഫൈനലി ഇഫിൽ സ്യൂഡോ കോഡ് എഴുതുമ്പം എൻഡ് ഇഫ് കൊടുക്കണം. സ്റ്റാർട്ട്
സ്റ്റോപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ട് എൻ്റെ അകത്ത് തന്നെ ഇഫ് ലൂപ്പ് വരികയാണെങ്കിൽ എൻഡ് ഇഫ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ സ്യൂഡോ കോഡ് ചെക്ക് positive of x checks if the input value is positive. ഇൻപുട്ട് വാല്യൂ പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ സ്യൂഡോ കോഡ് എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റാർട്ട്, അതുപോലെ തന്നെ സ്റ്റോപ്പ് അല്ലെങ്കിൽ എൻഡ് കൊടുക്കണം. ഇനി നമ്മുടെ സ്യൂഡോ കോഡ് വരുന്നതാണ്. ഇഫ് എക്സ് എന്ന് പറയുന്നൊരു ഇൻപുട്ട് നമുക്ക് ചെയ്യണം. സോ റീഡ് എക്സ് കൊടുക്കണം. എക്സ് റീഡ് ചെയ്തു. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സിൻ്റെ വാല്യൂ 0നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, പ്രിന്റ് എക്സ് ഇസ് പോസിറ്റീവ്. ഇവിടെ എൻഡ് ഇഫ് എൻഡ് ചെയ്യണം, അതുകൊണ്ട് എൻഡ് ഇഫ് കൊടുക്കണം. നമുക്ക് സ്റ്റാർട്ട് എൻഡ് ചെയ്യാൻ വേണ്ടി എൻഡും കൊടുക്കണം. ഇങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള ഇഫ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇഫ് ദെൻ എൽസ് നോക്കാം. ദ ഇഫ് ദെൻ എൽസ് construct is a conditional statement that allows the execution of different set of statement based on whether a specified condition is true or false. നമുക്ക് ഇവിടെയുള്ള കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ എൽസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകും. ആദ്യത്തെ ഇഫ് കണ്ടീഷനിൽ മാത്രമാണെങ്കിൽ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എൽസ് ഫോൾസ് ആണെങ്കിൽ എന്തെന്നുള്ളത് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇഫ് ദെൻ എൽസിലേക്ക് വരുന്ന സമയത്ത് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ അത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ആവും. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഡിസിഷൻ മേക്കിംഗ് ലോജിക് വിതിൻ ദ അൽഗോരിതം. ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് കണ്ടീഷൻ, നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു, അങ്ങനെയാണ് എങ്കിൽ ദെൻ, അപ്പോൾ ഇഫിൻ്റെ IF ക്യാപിറ്റൽ ആയിരിക്കണം, THEN ദെന്നും ക്യാപിറ്റൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ആകും. എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ ആ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എക്സിക്യൂട്ട് ആകും. അല്ല എങ്കിൽ, അത് ട്രൂ ആണെങ്കിലാണ്, അല്ലെങ്കിൽ ഉള്ളതിന് എന്ത് കൊടുക്കണം, എൽസ് കൊടുക്കണം. എൽസ് ഫോൾസ് ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ആവും. ഇഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എൻഡ് ഇഫ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു പ്രോഗ്രാം നോക്കാം. Consider a pseudocode example using if-then-else statement to determine if a number is even or odd. ഒരു നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്യൂഡോ കോഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്യൂഡോ കോഡുകളും സ്റ്റാർട്ട് ചെയ്യുക, എൻഡിൽ അവസാനിക്കുക. ഇൻപുട്ട് നമ്പർ, ഇവിടെ ഇൻപുട്ട് നമ്പറിന് പകരം നമുക്ക് റീഡ് നമ്പർ എന്ന് എഴുതാം. ഇൻപുട്ട് കൊടുത്താലും തെറ്റില്ല. ഇഫ് നമ്മാവും ഒരു വേരിയബിൾ എ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നം എന്ന് കൊടുക്കുകയാണ്. ഇഫ് നം മോഡ് 2 ഈക്വൽ ടു 0, അതായത് മോഡ് 2 എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, എ മോഡ് ബി എന്ന് പറഞ്ഞാൽ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിമൈൻഡർ വാല്യൂ, അതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, എ മോഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നം മോഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 ആണ് എങ്കിൽ ദെൻ ഔട്ട്പുട്ട് എന്താണ്, ഈവൺ നമ്പർ ആണ്. അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്, ഓഡ് നമ്പർ ആണ്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ പ്രിന്റ് എന്ന് കൊടുക്കാം. പ്രിന്റ് ഈവൺ നമ്പർ, ഇവിടെ പ്രിന്റ് ഓഡ് നമ്പർ. ഇഫ് ക്ലോസ് ചെയ്യണം, എൻഡ് ഇഫ് കൊടുക്കുന്നു. സ്റ്റാർട്ട് ക്ലോസ് ചെയ്യണം, എൻഡ് കൊടുക്കുന്നു. ഇങ്ങനെ ഇഫ് ദെൻ എൽസ് സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് സ്യൂഡോ കോഡ് എഴുതാവുന്നതാണ്. അടുത്തത് കേസ് സ്ട്രക്ചർ ആണ്. The case construct is used for handling multiple conditions in a structured manner. Multiple conditions structured mannerൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കേസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് അലൗസ് ദ എക്സിക്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് വേരിയബിൾ ഓർ ആൻ എക്സ്പ്രഷൻ. ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. സിൻടാക്സിൽ കേസ് ഓഫ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേസ് ഓഫ് എക്സ്പ്രഷൻ കൊടുക്കുന്നു. ഫസ്റ്റ് കേസ്
ഇന്നതാണ് എങ്കിൽ നമുക്ക് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ആവും. അടുത്ത കേസ് പറഞ്ഞു കേസ് 2 ഇന്നതാണ് എങ്കിൽ ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ആവും. കുറേ കേസുകൾ, ഇപ്പോൾ ഒരു 5ഓളം കേസുകളുണ്ട്. ഈ കേസുകൾ ഒന്നുമല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡീഫോൾട്ട് എന്ന് കൊടുത്തിട്ട് ഡീഫോൾട്ട് ഒരു ബ്ലോക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം, എൻഡ് കേസ് കൊടുക്കണം. സോ അപ്പം കേസ് ഓഫ് സിൻടാക്സ് നോക്കുക, കേസ് ഓഫ് തന്നെ കൊടുക്കുക, കേസ് ഓഫ് എക്സ്പ്രഷൻ കൊടുക്കുന്നു. അകത്ത് വരുമ്പം കേസ് 1 കേസ് 2 അങ്ങനെ എഴുതി പോകണം, അല്ലെങ്കിൽ കേസ് ഏതാണോ കേസ് ആ കേസ് പറഞ്ഞു പോയാലും മതി. ആ കേസുകൾ ഒന്നുമല്ല എങ്കിൽ, ഇതൊന്നുമല്ല എങ്കിൽ ഡീഫോൾട്ട് എന്ന് പറയുന്നത് മസ്റ്റാണ്. ആ ടേം അങ്ങനെ തന്നെ വേണം, ഡീഫോൾട്ട്. എന്നിട്ട് ഡീഫോൾട്ട് ആയിട്ടുള്ള ബ്ലോക്ക് നമുക്ക് കൊടുക്കാം. ഫൈനലി എൻഡ് കേസും വേണം. ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ എ pseudocode example using a case statement to determine the day of the week based on the numeric input. അപ്പോൾ നമുക്ക് സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നുള്ള കേസിൽ ഏത് ഡേ ആണ് എന്ന് ന്യൂമറിക് ഇൻപുട്ട് കൊടുത്തിട്ട് ഏത് ഡേ ആണെന്ന് പറയണം. ഇപ്പോൾ 1 ആണെങ്കിൽ സൺഡേ, 2 ആണെങ്കിൽ മൺഡേ, ആ ഒരു രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻപുട്ട് അല്ലെങ്കിൽ റീഡ് ഡേ നമ്പർ കൊടുക്കുന്നു, 1 2 3 എന്ന് പറയുന്നത് കൊടുക്കുന്നു. അപ്പോൾ കേസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻപുട്ട് എന്താണ്, അതാണ് നമ്മുടെ എക്സ്പ്രഷനിൽ വരുന്നത്. ആദ്യത്തെ കേസ് നമ്മൾ 1 കൊടുക്കുകയാണ്. 1 ആണ് എങ്കിൽ ഔട്ട്പുട്ട് എന്താണ്, സൺഡേ ആണ്. കേസ് 2 ആണെങ്കിൽ ഔട്ട്പുട്ട് മൺഡേ ആണ്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പ്രിന്റ് എന്ന് കൊടുക്കാം. കേസ് 3 ആണ് എങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, ട്യൂസ്ഡേ വേണം. 4 ആണെങ്കിൽ വെനസ്ഡേ, 5 ആണെങ്കിൽ തേഴ്സ്ഡേ, 6 ആണെങ്കിൽ ഫ്രൈഡേ, 7 ആണെങ്കിൽ സാറ്റർഡേ. ഇത് ഒന്നുമല്ലെങ്കിൽ 1 to 7 അല്ല എങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് എന്ത് കൊടുക്കണം, ഡീഫോൾട്ട്. അവിടെ നമ്മൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന ഇൻവാലിഡ് ഡേ നമ്പർ. ഫൈനലി കേസ് എൻഡ് ചെയ്യണം, എൻഡ് കേസ് കൊടുക്കണം. സ്യൂഡോ കോഡ് എൻഡ് ചെയ്യാൻ വേണ്ടി എൻഡും കൊടുക്കണം. ഇതാണ് ഒരു കേസ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സ്യൂഡോ കോഡ് print the direction named based on the value of character called dir. അപ്പോൾ നമുക്ക് കേസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ഷൻ ആണ് കൊടുക്കുന്നത്, dir ആണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് എന്തിനാണ്, നമുക്ക് ഡയറക്ഷൻ നെയിം ആണ്. ഡയറക്ഷൻ നെയിമിൽ n ആണ് എങ്കിൽ, കേസ് n ആണ് എങ്കിൽ നമുക്ക് നോർത്ത് എന്ന് പ്രിന്റ് ചെയ്യണം. നമുക്ക് 4 ഡയറക്ഷനേ ഉള്ളൂ. n ആണ് എങ്കിൽ നോർത്ത്, s ആണെങ്കിൽ സൗത്ത്, e ആണെങ്കിൽ ഈസ്റ്റ്, w ആണെങ്കിൽ വെസ്റ്റ്. ഇത് 4 അല്ലെങ്കിൽ ഡീഫോൾട്ട് മസ്റ്റ് ആയിട്ട് കൊടുക്കുക. പ്രിന്റ് ഇൻവാലിഡ് ഡയറക്ഷൻ ആണെന്ന് പറയുക. എൻഡ് കേസ് കൊടുക്കുക. അതുപോലെ തന്നെ ഫൈനലി എൻഡും കൊടുക്കുക. എൻഡ് കേസ് കഴിഞ്ഞിട്ട് എൻഡ് കൂടെ കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു പോയി, ഇവിടെ പ്രിന്റ് എന്ന് പറഞ്ഞു പോയി. രണ്ടും ശരിയാണ്, ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കേസിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്, ഇനീഷ്യലൈസ് ചെയ്തു വരുന്നത് കേസ് ഓഫ് ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ ഉണ്ടാവണം. കേസിനകത്ത് നമുക്ക് ഇവിടെ ഒരു എന്താണോ കേസ്, അത് ന്യൂമറിക്കലാവാം, നമ്മൾ എന്താണോ കൊടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നതാണ്. n ആവാം, s ആവാം, എന്താണോ ഇൻപുട്ട് അത് എഴുതണം. എന്നിട്ട് ഔട്ട്പുട്ട് എന്താണ് വേണ്ടത്, അത് പ്രിന്റിലോ ഔട്ട്പുട്ടിലോ അകത്ത് എഴുതണം. ഇത് നമ്മുടെ കേസുകളൊന്നും അല്ലെങ്കിൽ ഡീഫോൾട്ട് എന്നുള്ള ടേം ഉണ്ടാവുന്നത് മസ്റ്റാണ്. എൻഡ് കേസും കൊടുത്തിരിക്കണം. ഫൈനലി സ്യൂഡോ കോഡ് എൻഡ് ചെയ്യാൻ എൻഡും കൊടുത്തിരിക്കണം. താങ്ക് യു.